അപ്പോൾ ആദ്യം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നോക്കൂ. 1, 2, 3, 4 വർഷം ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. ഇറ്റ് സ്റ്റേസ് ദാറ്റ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലാനാർ ബോഡി, പ്ലാനാർ ബോഡി എന്ന് വെച്ചാൽ ലാമിന, ഒരു പ്ലെയിൻ ബോഡിക്കാണ് നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യേണ്ടത്. About an axis perpendicular to its plane is equal to the sum of its moments of inertia about any two mutually perpendicular axes in its own plane and intersecting each other at the point where the perpendicular axis passes through the lamina. അപ്പോൾ നമുക്ക് ഫിഗർ ഒന്ന് നോക്കൂ. ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ ആ പ്ലെയിനിൽ കിടക്കുന്ന 2 ആക്സിസുകളാണ്. ഒന്ന് വൈ ആക്സിസും അതുപോലെ എക്സ് ആക്സിസും. ഇപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലറായിട്ട് ലാമിനയുടെ ആ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിലൂടെ കടന്നു പോകുന്ന സെഡ് ആക്സിസ് എടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് എഴുതാം IZ = IX + IY. ഇത് ലാമിനാർ ബോഡിക്ക് മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. ഇനി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇടയ്ക്ക് സ്റ്റക്കായി നിന്നുപോയി എന്ന് വിചാരിക്കുക. ഡോൺ വറി. ഈ ഡയഗ്രാം വരയ്ക്കുന്നു, എന്നിട്ട് ഈ ഫിഗറിൽ നിന്ന് നമ്മൾ ഈ ഇക്വേഷൻ എഴുതി വെക്കുന്നു. അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. എന്തിനാണ് ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും അതുപോലെ പാരലൽ ആക്സിസ് തിയറവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? സം റെഗുലർ ഷേപ്പ്ഡ് ബോഡീസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പാരലൽ ആക്സിസ് തിയറം എന്താണെന്ന് നോക്കാം. നോക്കൂ, 1, 2, 3, 4, 5 കൊല്ലം ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ഈ പാരലൽ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യാനും അതുപോലെ അതിൻ്റെ പേരും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് സ്റ്റേസ് ദാറ്റ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സിസ്, ഇത് ഏത് റിജിഡ് ബോഡിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം, ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് its mass and the square of distance between the two parallel axes. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡയഗ്രത്തിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IZ ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നതും ഈ IZ കണ്ടുപിടിക്കേണ്ട ആക്സിസിൽ നിന്നും അതിന് പാരലായിട്ട് D ഡിസ്റ്റൻസിലുള്ളതാണ് നമ്മൾ എടുക്കുന്ന ഈ എക്സ് ഡാഷ് ആക്സിസ്. എന്നിട്ട് അതിനെ അബൌട്ടായിട്ട് ഇതിനെ കറക്കിക്കൊണ്ട് നമ്മൾ ആദ്യം സെൻറ്റർ ഓഫ് മാസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണണം, പ്ലസ് മൊത്തം ബോഡിയുടെ മാസ് M, പിന്നെ ഈ 2 ആക്സിസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് പാരലൽ ആക്സിസ് തിയറം. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നില്ലെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതി വെക്കുക. ഓക്കെ, ഇനി മൊമെൻറ്റ്സ് ഓഫ് ഇനേർഷ്യ ഓഫ് സം റെഗുലർ ഷേപ്പ്ഡ് ബോഡീസ്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റോഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ചോദ്യം എങ്ങനെ വരികയെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് ഒരു റോഡ് എബൌട്ട് ഇറ്റ്സ് സെൻറ്റർ ഇങ്ങനെ കറങ്ങുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ടാവും. അത് സാധാരണ ഈ 2019 ഇമ്പ്രൂവ്മെൻറ്റും ചോദിച്ചത് അങ്ങനെയായിരുന്നു. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I = ഇങ്ങനെ കറങ്ങുമ്പോൾ, അതായത് എബൌട്ട് ഇറ്റ്സ് സെൻറ്റർ കറങ്ങുകയാണെങ്കിൽ അത് mL²/12 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റോഡ് എബൌട്ട് എൻ ആക്സിസ് പാസിംഗ് ത്രൂ വൺ ഓഫ് ഇറ്റ്സ് 2 ends എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കറങ്ങുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ബൈ യൂസിങ് പാരലൽ ആക്സിസ് തിയറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നേരെ തിരിച്ചും ചോദിക്കാം കേട്ടോ, ഇത് തരും എന്നിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ എപ്പോഴും നിങ്ങളിവിടെ ഉപയോഗിക്കേണ്ടത് പാരലൽ ആക്സിസ് തിയറാണ്, നോട്ട് ദ പോയിൻറ്റ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ റോഡ് എബൌട്ട് വൺ ഓഫ് ഇറ്റ്സ് 2 ends. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്, ഈ ഒരു സിറ്റുവേഷൻ തന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് എബൌട്ട് എ പെർപെൻഡിക്കുലർ ആക്സിസ് ത്രൂ ഇറ്റ്സ് 1 end എന്നാണ്. അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കണം, എന്നിട്ട് നമ്മൾ കാണിക്കണം സെൻറ്ററിൽ കൂടി ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതിനെ ബോർഡായിട്ട് കറങ്ങുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും mL²/12. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബൈ പാരലൽ ആക്സിസ് തിയറം
ഡാഷ് ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് കാണേണ്ട മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ഡാഷ് ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് ICM. നോക്കൂ, സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓൾറെഡി തന്നിട്ടുണ്ട്. ICM പ്ലസ് മൊത്തം മാസ് M. ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം. ഇത് മൊത്തം L ആണെങ്കിൽ സെൻറ്ററിൽ കൂടെ കടന്നു പോകുമ്പോൾ L/2 ആയിരിക്കുമല്ലോ. അപ്പോൾ ML/2 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ഐ ഡാഷ് ഇസ് ഈക്വൽ ടു ICM ഓൾറെഡി തന്നിട്ടുണ്ട് ML²/12 പ്ലസ് ML²/4. അപ്പോൾ നമുക്ക് ഐ ഡാഷ് കിട്ടും ML², അതായത് നമുക്ക് 12 നമുക്ക് LCM എടുക്കാം. അപ്പോൾ നമുക്ക് 12 ആയതുകൊണ്ട് നമുക്ക് എഴുതാം ML² പ്ലസ് ഇവിടെ 4 ആണ്. അപ്പോൾ 4 × 3 ML². അപ്പോൾ എത്ര കിട്ടും? 12. 3 ML² പ്ലസ് ML² 4 ML². ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഈ 4ഉം 12ഉം വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ML²/3. ദിസ് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് റോഡ് അബൌട്ട് വൺ ഓഫ് ഇറ്റ്സ് ടു എൻഡ്സ്. ഇത് നേരെ തിരിച്ചും ചോദിക്കാം. ML²/3 ഇത് തരും. എന്നിട്ട് നിങ്ങളോട് ഇത് കാണാൻ പറഞ്ഞാൽ ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പാരലൽ ആക്സിസ് തിയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, അടുത്തത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ സർക്കുലർ റിംഗ്. ഇതും കുറേ കൊല്ലങ്ങൾ ആവർത്തിച്ച് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്കിങ്ങനെ തന്നിരിക്കും എബൌട്ട് ആൻ ആക്സിസ്. നമുക്കതായത് ഒരു റിങ്ങാണിത്, അതിൻ്റെ സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ആക്സിസിന് അബൌട്ടായിട്ട് ഇത് കറങ്ങുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് തരും MR². ഓക്കെ, ഈ സമയത്ത് I = MR² ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് MK² കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി മാസ് അല്ലാത്ത ഡിസ്റ്റൻസ് സ്ക്വയറാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ സ്ക്വയർ. അപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്ര കിട്ടുക? റേഡിയസ് ഓഫ് ഗൈറേഷൻ K² എന്ന് വെച്ചാൽ R² ആണ് മനസ്സിലായി. അപ്പോൾ K = R ആണ്. പ്ലീസ് നോട്ട് ദ പോയിൻറ്റ്. ഇതാണ് അബൌട്ട് ആൻ ആക്സിസ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ, ഈ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിന് തന്നിട്ടുണ്ടാവും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് മറ്റ് മൂന്ന് ആക്സിസുകളാണ്. അതിലൊന്നാമത്തതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് തിൻ സർക്കുലർ റിംഗ് അബൌട്ട് എനി ഡയമീറ്റർ. അതിനുവേണ്ടി നമ്മൾ ഒരു ഡയഗ്രാം, ഈ ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഈ ഡയഗ്രത്തിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ഓയിലൂടെ ഞാനിപ്പോൾ പേന എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതുപോലെയാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ട് MR². അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്, ഈ റിങ്ങിൻ്റെ പ്ലെയിനിൽ കിടക്കുന്നതാണ്. അപ്പോൾ ബൈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം IZ, അതായത് ഞാൻ ഈ കുത്തി പിടിച്ചിരിക്കുന്ന നോക്കൂ, ഇത് അബൌട്ട് ദിസ് ആക്സിസ് IZ = IX + IY. പക്ഷേ ഇത് രണ്ടും എന്താണ്, ഡയമീറ്റർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം IZ തന്നിട്ടുണ്ട് MR² ഇതിന് നമുക്ക് ID എന്ന് വിളിക്കാം. അപ്പോൾ ഇതും അത് തന്നെ. നമുക്ക് എങ്ങനെ എടുത്താലും ഇത് ഡയമീറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് MR² = 2ID കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ID ആണ്. അപ്പോൾ ID = MR²/2. അപ്പോൾ ഇത് ആണ് ഈ സിറ്റുവേഷനിൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷന് ID = MR²/2 എന്നുള്ളതിനെ നമുക്ക് I = MK² എന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ M അല്ലാത്തതെല്ലാം K² = R²/2. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് K? K = R/√2. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യം വരും. ഇതും പഠിക്കണം, റേഡിയസ് ഓഫ് ഗൈറേഷനും പഠിക്കണം, അതുപോലെ ഈ ഡെറിവേഷനും പഠിക്കണം. ഓക്കെ, ഇനി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സർക്കുലർ റിംഗ് അബൌട്ട് എ ടാൻജൻറ്റ് പാരലൽ ടു ഇറ്റ്സ് പ്ലെയിൻ. അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. രണ്ട് ടാൻജൻ്റ് ഉണ്ട്. ഒന്ന് പാരലൽ ടു ഇറ്റ്സ് പ്ലെയിനും, അതുപോലെ ഒന്ന് ഞാനിപ്പം പിടിച്ചിരിക്കുന്നത് ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനും ആയിരിക്കും. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പാരലൽ ടു ഇറ്റ്സ് പ്ലെയിൻ എടുക്കാം. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് പാരലൽ ആക്സിസ് തിയറാണ്. അതിൻ്റെ കാരണം പറഞ്ഞുതരാം. നമ്മൾ തൊട്ടുമുമ്പ് ID എന്ന ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ഡയമീറ്ററിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇത് തന്നെയാണ്. ഇത് സെൻറ്റർ ഓഫ് മാസിലൂടെയാണ് കടന്നു പോകുന്നതും. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണേ. ബൈ പാരലൽ ആക്സിസ് തിയറം I = ICM + MD². ഓക്കെ,
ഇവിടെ ഐക്ക് പകരം ഞാൻ പറയുന്നു, ഞാനിവിടെ എടുക്കുന്നു ടാൻജൻറ്റിന് അബൌട്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഐ ടി ഈസ് ഈക്വൽ ടു ICM ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ID പ്ലസ് M ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി. പിന്നെ നോക്കൂ, റേഡിയസ് ഓഫ് ദ റിംഗ് ആണ്. അതുകൊണ്ട് ഈ രണ്ട് പാരലൽ ആക്സിസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? R ആണ്. അപ്പോൾ MR². ഓക്കെ, ID നമുക്ക് ഓൾറെഡി MR²/2 കിട്ടിയല്ലോ. അപ്പോൾ I is equal to MR²/2 പ്ലസ് MR² ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? I is equal to MR² പ്ലസ് 2 × MR²/2. that is IT is equal to 3 MR²/2. ഓക്കെ, ഇതിനെ നമുക്ക് I is equal to MK² എന്ന് പറഞ്ഞ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ M അല്ലാത്തതെല്ലാം K² ആണ്. അതെന്താണ് ഇവിടെ വരിക? 3R²/2. അപ്പോൾ K എന്ത് കിട്ടും? റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇൻ ദിസ് സിറ്റുവേഷൻ is √3/2 × R. ഓക്കെ, റിങ്ങിൻ്റെ കേസിൽ അവസാനത്തെ ഡെറിവേഷനാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ളതാണ്. എബൌട്ട് എ ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഇവിടെ നിങ്ങൾ ഈ ഡയഗ്രാമാണ് വരയ്ക്കാൻ പഠിക്കേണ്ടത്. ഇവിടെ പ്രത്യേകത എന്താണ്? ഇത് നേരെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത് പോലെയല്ല, സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചിങ്ങനെ ഞെരുക്കി വരയ്ക്കണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ പേന വരച്ച കണ്ടില്ലേ? ഞാനിവിടെ പേന വെച്ചിരിക്കുന്നത് നേരെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്, പക്ഷേ ടാൻജൻ്റ് ആണ്. അങ്ങനെയുള്ളതാണ് IT. അപ്പോൾ നമ്മൾ IT ഓൾറെഡി എടുത്തു കഴിഞ്ഞുകൊണ്ട് നമുക്ക് IT- എന്നാണ് ഇവനെ നമ്മൾ വിളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ആദ്യത്തെ സിറ്റുവേഷനിൽ തന്നെ നമുക്കറിയാം ICM നമുക്ക് കണ്ടതാണ്. കാരണം ഈ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ളത് അറിയാം നമുക്ക് MR² ആണെന്ന്. അപ്പോൾ രണ്ട് പാരലൽ ആക്സിസുകൾ കിട്ടി. ബൈ പാരലൽ ആക്സിസ് തിയറം I is equal to ICM പ്ലസ് MD² ആണ്. ഓക്കെ, ഇവിടെ I-T എന്നോ അല്ലെങ്കിൽ IT- എന്നോ കൊടുക്കാം, നോ പ്രോബ്ലം. അപ്പോൾ ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള IT ഓൾറെഡി എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ICM നമുക്ക് ഫസ്റ്റ് കേസിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു സിറ്റുവേഷൻ ഓൾറെഡി തന്നിട്ടുണ്ടാവും. എന്നിട്ടാണ് ഇത് ഡിറൈവ് ചെയ്യാൻ പറയുള്ളൂ. MR² പ്ലസ് M മാസ് ഓഫ് ദ ബോഡി. ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് R അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ക്വയർ MR². അപ്പോൾ MR² പ്ലസ് MR² എന്താണ്? 2 MR² ആണ്. അപ്പോൾ നമുക്ക് I-T നമുക്ക് എന്താ കിട്ടിയത്? 2 MR² ആണ്. ഇതിനെ നമ്മൾ I is equal to MK² എന്ന ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ M അല്ലാത്തതെല്ലാം K² ആണ്. അവിടെ അതൊക്കെ M അല്ലാത്തതെല്ലാം 2R² ആണ്. അപ്പോൾ നമുക്ക് K എന്ത് കിട്ടും? √2R എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ടോപ്പിക് ഈ ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് യൂണിഫോം സർക്കുലാർ ഡിസ്ക്. ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. നേരത്തെ റിങ്ങിൻ്റേത് വരച്ചതുപോലെ ഞാനിവിടെ അത് ഡിസ്കിൻ്റേതാക്കി വരച്ചിട്ടുണ്ട്. ഡിസ്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഇത് ഓൾറെഡി ഇങ്ങനെ കറങ്ങുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ MR²/2 എന്ന് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പാരലൽ ആക്സിസ് തിയറവും ഉപയോഗിച്ച് നമ്മൾ എന്ത് കാണാൻ പോവുകയാണ്? 3 റിങ്ങിൻ്റെ കേസിൽ കണ്ടതുപോലെ 3 സിറ്റുവേഷൻ. അതിലൊന്നാമത്തതാണ് എബൌട്ട് എനി ഡയമീറ്റർ. അതിനു മുമ്പ് ഇതൊന്ന് ഓർത്ത് വെക്കണേ. M അല്ലാത്തതെല്ലാം K² ആണ്. അപ്പോൾ K എന്താ കിട്ടുക? നമുക്ക് ഇവിടെ R²/√2 ആണ്. ഒരു ഡിസ്ക് ഇങ്ങനെ കറങ്ങുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എബൌട്ട് എനി ഡയമീറ്റർ ഇതാണ് സിറ്റുവേഷൻ. ഇത് തന്നിട്ട് ആദ്യം ഇതോ അല്ലെങ്കിൽ അടുത്ത രണ്ടെണ്ണോ കാണാനാണ് പറയുക. ചിലപ്പോൾ രണ്ടെണ്ണം ചോദിച്ചേക്കാം, എല്ലാം കൂടി ഒരിക്കലും ചോദിക്കാൻ ചാൻസ് ഇല്ല. നോക്കൂ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമീറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സസ് കൺസിഡർ ചെയ്യുന്നു. ഇനിയോ നോക്കൂ, ഒരു ആക്സസ് ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. കണ്ടോ, നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ ഈ പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്, MR²/2. ബൈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം IX is equal to IX plus IY. IZ is equal to IX plus IY ആണ്. ഇവിടെ എന്തൊക്കെ മാറ്റം? IZ തന്നിട്ടുണ്ട് MR²/2. ഇതിനെ നമുക്ക് എടുത്തിരിക്കുന്നു ID എന്നെടുക്കാം, ഇതും ID. അപ്പോൾ രണ്ടും ID plus ID ആണ് വരിക, IX-നും IY-ക്കും. ഓക്കെ, അപ്പോൾ MR²/2 is equal to 2ID. ID എന്താ വരിക? 2 അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, MR²/4. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ ID is equal to MR²/4നെ നമുക്ക് I is equal to MK² കമ്പയർ ചെയ്താൽ നമുക്ക് K² മാസ് അല്ലാത്തതെല്ലാം K², അപ്പോൾ മാസ് അല്ലാത്തതെല്ലാം R²/4. അപ്പോൾ K എന്തായിരിക്കും കിട്ടുക?
r/√2. ഇത് പഠിച്ചു വെക്കണേ. അടുത്തത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് യൂണിഫോം സർക്കുലർ ഡിസ്ക് അബൌട്ട് എ ടാൻജൻറ്റ് പാരലൽ ടു ഇറ്റ്സ് പ്ലെയിൻ. ഇവിടെ നിങ്ങൾക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും, റിങ്ങിൻ്റെ കേസിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് പാരലൽ ആക്സിസ് തിയറാണ്. ബൈ പാരലൽ ആക്സിസ് തിയറം I = ICM + MD² ആണ്. ഇവിടെ എന്തൊക്കെ മാറ്റം? I = നമുക്ക് ടാൻജൻ്റ് ആയതുകൊണ്ട് നമുക്കതിനെ IT എന്ന് വിളിക്കാം. അപ്പോൾ IT ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ID പ്ലസ് എന്തുകൊണ്ടാണ് ID വന്നത്? സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നത് ഡയമീറ്ററിന് അബൌട്ട് ആയിട്ടുള്ള ആക്സിസ് തന്നെയാണ്. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് തന്നെയാണ്. അപ്പോൾ അത് നമുക്കറിയാൻ, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ mr²/4 ആണ്. പ്ലസ് m മാസ് ഓഫ് ദ ബോഡി, ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് r ആയതുകൊണ്ട് mr². അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4mr² + mr², 5mr²/4 ആണ്. ഇതിനെ നമുക്ക് I = mk² എന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? m അല്ലാത്തതെല്ലാം k² ആണ്. അപ്പോൾ k² = 5r²/4 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? റേഡിയസ് ഓഫ് ഗൈറേഷൻ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ √5/2 r എന്ന് കിട്ടും. ഇത് ഓർത്ത് വെക്കണേ. ഇനി അവസാനത്തെ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എ ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. നമുക്ക് നേരത്തെ റിങ്ങിൻ്റെ കേസ് ചെയ്ത പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ IT ഉപയോഗിച്ചത് കൊണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? I' ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ബൈ പാരലൽ ആക്സിസ് തിയറം I = ICM + MD². ഇവിടെ ICM നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യാണ്. അത് mr²/2 പ്ലസ് മാസ് ഓഫ് ദ ബോഡി m, ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് r². സോ 2mr² + mr², 3mr². അപ്പോൾ നമുക്ക് I' എന്ത് കിട്ടും? 3mr²/2 കിട്ടും. ഇനി നമുക്കിതിനെ പതിവ് പോലെ I = mk² എന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്താൽ മാസ് അല്ലാത്തതെല്ലാം k². അപ്പോൾ നമുക്ക് k² എഴുതാം 3r²/2. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് √3/2 r. ഇത് പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട 3 റെഗുലർ ഷേപ്പ്ഡ് ബോഡീസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യാണ്. ഒന്ന്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സ്ഫിയർ അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. അതായത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇത് ഒരു സ്ഫിയർ ഇങ്ങനെ റോൾ ചെയ്ത് പോകുമ്പോൾ അല്ലെ കറങ്ങുമ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പഠിച്ചു വെക്കണം. I = 2mr²/5. ഓക്കെ. ഇത് 2012 ചോദിച്ചിട്ടുള്ളതാണ്. അത് ഡെറിവേഷൻ അല്ല ചോദിക്കുക, ഒന്നെങ്കിൽ അതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അതുപോലെ ഒരു ഹോളോ സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ പഠിച്ചു വെക്കണം. I = mr² വെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. ഓക്കെ. ഇത് എന്തുപോലെ തന്നെയാണ്. ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണ്? ഇതൊരു റിങ്ങിൻ്റെ സെൻറ്ററിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ തന്നെയാണ്. മൂന്നാമത്തത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് സോളിഡ് സിലിണ്ടർ അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ആണ്. അത് mr²/2 എന്ന് പഠിച്ചു വെക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഡിസ്കിൻ്റെ അബൌട്ട് ദ സെൻട്രൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ തന്നെയാണ് ഒരു സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമായ റോളിംഗ് മോഷനും അതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റവും ഡിസ്കസ് ചെയ്യാം.